ഹലോ ഫ്രണ്ട്സ്, ഒരു എട്ടിൻ്റെ പണി കിട്ടിയിട്ടാണ് ഞാൻ ഇരിക്കുന്നത്. ഞാൻ ഒരു പുതിയ പ്രിൻ്റർ വാങ്ങിച്ചതിൻ്റെ ഇൻസ്റ്റാളേഷൻ വീഡിയോ ഇട്ടില്ലായിരുന്നു. അതിൽ ഒരു എട്ടിൻ്റെ പണി കിട്ടി. സംഭവം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവിടുത്തെ ഷോപ്പ് എക്സിക്യൂട്ടീവ് പറഞ്ഞ് യൂട്യൂബിൽ എന്തെങ്കിലും നോക്കി ചെയ്താൽ മതി. അങ്ങനെ കുറച്ച് ദൂരം കൂടെ വെച്ച് ഞാൻ ചെയ്തതിൽ ഒരു കുഴപ്പമുണ്ടായിരുന്നു. ഈ പ്രിൻ്റർ ഓണായി വരുന്ന സമയത്ത് ഒരു 6 മിനിറ്റോളം അത് ഹെഡിലോട്ട് ഇതിൻ്റെ ഇങ്ക് പമ്പ് ചെയ്യും. ആ പമ്പ് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ ഈ സൗണ്ട് കേൾക്കണം, പ്രിൻ്റർ ഓണാക്കണം. അതിന് ചെയ്യുമ്പോഴത്തേക്കും പ്രിൻ്റർ ഓട്ടോമാറ്റിക്കലി ഓഫ് ചെയ്യും. ഇതൊന്നും അവർ പറഞ്ഞു തന്നിട്ടില്ല. പ്രിൻ്റർ ഓഫ് ചെയ്യണ സമയത്ത് ഈ പ്രോസസ്സ് വീണ്ടും ഓണാക്കുമ്പോഴത്തേക്കും ചിലപ്പോൾ ഒരു 6 മിനിറ്റ് ആവാറായിട്ട് നിൽക്കുമ്പോഴത്തേക്കായിരിക്കും പ്രിൻ്റർ അങ്ങ് ഓഫ് ചെയ്യണം, ഒരു അനക്കം ഇല്ലാത്തതുകൊണ്ട്. അപ്പോൾ വീണ്ടും ഇത് ഹെഡിലോട്ട് വീണ്ടും പമ്പ് ചെയ്യും, ഇതിൻ്റെ ഇങ്ക് പമ്പ് ചെയ്യും. അപ്പോൾ ബാക്കി ആദ്യം പമ്പ് ചെയ്തെടുത്തെല്ലാം ഓവർഫ്ലോ ആയിട്ട് കളയും. അങ്ങനെ ഇങ്കെല്ലാം കൂടെയൊക്കെ കുറഞ്ഞ് വൻ ശോകമായിപ്പോൾ. അതായത് കണ്ടില്ലേ, ഫുള്ള് ഇങ്ക് അങ്ങ് പോയി. അപ്പോൾ ഞാൻ ഒരു എക്സിക്യൂട്ടീവിനെ വിളിച്ച് ചോദിച്ചപ്പോഴത്തേക്കും, എൻ്റെ സർവീസ് ചെയ്യുന്ന ആളെ വിളിച്ച് ചോദിച്ചപ്പോഴത്തേക്കാണ് പുള്ളിക്കാരനാണ് ഈ ഐഡിയ പറഞ്ഞു തന്നത്. ഒരിക്കലും നിങ്ങൾ ഇതിങ്ങനെ ചെയ്യരുത്. അത് പമ്പ് ചെയ്യണ സമയമാണ് ആ സൗണ്ട് കേൾക്കുന്നത്. അത് കഴിയുമ്പോഴത്തേക്കും ഓട്ടോമാറ്റിക്കലി അത് സ്റ്റോപ്പ് ആവും. പിന്നെ ഇത് സ്റ്റോപ്പ് ആവുന്നതിന് മുന്നേ നമ്മൾ വീണ്ടും സ്വിച്ച് ഓഫ് ചെയ്ത് ഓണാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതെല്ലാം ഓഫ്ലോ ആയിട്ട് അങ്ങ് പോകും. അപ്പോൾ ഇതിൻ്റെ അടിയിലുള്ള ഒരു ഒരു സ്പോഞ്ച് പോലത്തെ ഒരു സാധനമുണ്ട്, അതിലാണ് ഇത് ഓവർഫ്ലോ ആവണെല്ലാം ഫീഡാവുന്നത്. അതിപ്പോൾ ഞാൻ തുറന്ന് നോക്കാൻ പറഞ്ഞ് അങ്ങനെ ഞാൻ തുറന്ന് നോക്കിയപ്പോൾ നമ്മൾ അതിലോട്ടെല്ലാം കൂടെ ഇട്ട് പോയി. ഇപ്പം വേറെ ഇങ്ക് വാങ്ങിച്ച് ഞാൻ റീഫിൽ ചെയ്ത് സാധനം സെറ്റാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് മണ്ടന്മാരായ എക്സിക്യൂട്ടീവ് പലരും പറയും, ഏതെങ്കിലും ടെക്നീഷ്യൻ്റെ യൂട്യൂബിലൊരിത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു മണ്ടത്തരം കാണിക്കാതിരിക്കാൻ എല്ലാവരും ഈ വീഡിയോ ഒന്ന് കാണേണ്ടതാണ്. നമ്മൾ ഫസ്റ്റ് അത് പമ്പാവണ സമയമാണ്, ഒരു 6 മിനിറ്റെങ്കിലും എടുക്കും. അത് കഴിഞ്ഞ ശേഷം പ്രിൻ്റർ തനിയെ ഷട്ട് ഡൗൺ ഓഫാകുമ്പോഴത്തേക്ക് പ്രവർത്തനങ്ങൾ ചെയ്തു തുടങ്ങും. ഓക്കെ ഗൈസ്, ഇനി അബദ്ധം ആർക്കും വരാതിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. യൂട്യൂബിലുള്ള വീഡിയോസ് കണ്ടിട്ട് ഇൻസ്റ്റാളേഷൻ ചെയ്ത് കഴിഞ്ഞാൽ എട്ടിൻ്റെ പണിയാണ്. അറിഞ്ഞൂടാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ടെക്നീഷ്യനൊന്ന് വിളിച്ച് ചോദിക്കുന്നതാണ് നല്ലത്. ഇതിലെല്ലാം ഇങ്ക് ഫീഡായിട്ടിരിക്കുന്നതാണ്. പുതിയ ഇങ്ക് വീണ്ടും വാങ്ങിക്കേണ്ടത് 1770 വരെ അടുപ്പിച്ചായി. അതുകൊണ്ട് ഈ വീഡിയോസ് എല്ലാവരും ഒന്ന് കണ്ട് മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്യാനായിട്ട് ഞാൻ അഭ്യർത്ഥിക്കുന്നു ഗായ്സ്. ഇപ്പം 1 വർഷം വരെ ഈ ഇങ്ക് ഇങ്ങനെ ഇതിലോട്ട് ഓവർഫ്ലോ ആവണത് കണ്ടില്ലേ, ഇങ്ക് കണ്ടില്ലേ ഓവർഫ്ലോ ആവണത് 1 വർഷം കഴിയുമ്പോഴത്തേക്കും ഇത് വാണിയും കാണിക്കും. ആ സമയത്ത് ഇത് ഫുള്ള് ഇളക്കി അടിയിലുള്ളത് ക്ലീൻ ചെയ്യണം. ഓക്കെ, ബൈ. പ്രിൻ്റർ അങ്ങനെ സെറ്റായിട്ടുണ്ട് ഗൈസ്.